തിരുവനന്തപുരം കഠിനംകുളം കൊലപാതകത്തിൽ പ്രതി ജോൺസൺ ഔസേപ്പിന്റെ നടുക്കുന്ന മൊഴി. ആതിരയെ കൊലപ്പെടുത്താൻ കരുതിക്കുട്ടിയെത്തി എന്നാണ് പ്രതിയുടെ മൊഴി. ആതിരയെ കൊലപ്പെടുത്തിയ ശേഷം പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും പ്രതി ശ്രമം നടത്തി. പോലീസ് നൽകിയ പ്രാഥമിക മൊഴിയിലാണ് കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. കൃത്യം നടന്ന ചൊവ്വാഴ്ച രാവിലെ 6:30 ലോഡ്ജിൽ നിന്നിറങ്ങിയ പ്രതി ആതിരയുടെ വീടിന് സമീപത്തായി ചുറ്റിക്കറങ്ങി. ആതിരയുടെ കുട്ടി സ്കൂളിൽ പോയി എന്നുറപ്പാക്കിയ ശേഷം വീട്ടിലേക്ക്. ആതിരയുടെ കണ്ണുവെട്ടിച്ച് മുറിയിലെ കിടക്കക്കടിയിൽ കത്തിയൊളിപ്പിച്ചു. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെ കത്തിയെടുത്ത് കഴുത്തിൽ കുത്തിയിറക്കി. ആക്രമണം അപ്രതീക്ഷിതമായതിനാൽ നിലവിളിക്കാനോ പ്രതികരിക്കാനോ ആതിരയ്ക്ക് കഴിഞ്ഞില്ല. മരണം ഉറപ്പാക്കിയ ശേഷം രക്തം പുരണ്ട തന്റെ ഷർട്ട് ഉപേക്ഷിച്ച് ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ചാണ് പ്രതി രക്ഷപ്പെട്ടത്. സ്കൂട്ടറിൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രതി ട്രെയിനിൽ കയറി നാടുവിട്ടു. 2 ദിവസം പലയിടങ്ങളിലായി കറങ്ങി. തന്നെ തിരിച്ചറിഞ്ഞു എന്നായതോടെ വസ്ത്രങ്ങളുമെടുത്ത് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് പ്രതി ഇന്നലെ പിടിയിലായത്. ആതിര തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്ന് തോന്നിയതിനാൽ വകവരുത്തി എന്നായിരുന്നു പ്രതിയുടെ കുറ്റസമ്മതം. നിലവിൽ ആശുപത്രിയിൽ കഴിയുന്ന ജോൺസൺ ഡോക്ടേഴ്സിന്റെ നിരീക്ഷണത്തിലാണ്. 24 തിരുവനന്തപുരം.